ഇതാദ്യമായിട്ട് ഇറാൻ തങ്ങളുടെ അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UAE-യിലെ റാസൽ ഖൈമയിൽ നിന്ന് ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു വലിയ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇത്. ഇത്തരം മുന്നറിയിപ്പുകൾ നേരത്തെ അയൽ രാജ്യങ്ങൾക്കൊന്നും നൽകിയിരുന്നില്ല. അവിടുത്തെ സിവിലിയന്മാർക്ക് ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് ഈ സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് പല രാജ്യങ്ങളും അവലംബിക്കുന്നത്. ഇത് ഇസ്രായേൽ ലബനൻ യുദ്ധ സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് സമാനമായി തന്നെ ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് റാസൽ ഖൈമയിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഏത് നിമിഷവും അത് ആക്രമിക്കുമെന്ന്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഇപ്പോൾ നഗരങ്ങളിലുള്ള ബാങ്കുകൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ബാങ്കുകൾ പൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിറ്റി ഗ്രൂപ്പ്, ഡെലോയിറ്റ്, PwC എന്നീ സ്ഥാപനങ്ങളും അടച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവനക്കാരോട് ഒഴിഞ്ഞു പോകാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇറാന്റെ ഗാർഗെ ദ്വീപ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് UAE വഴിയാണ് അമേരിക്ക നീക്കങ്ങൾ നടത്തുന്നത്. അതിൽ പ്രകോപിതരായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനെ കൂടാതെ തന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവയുടെ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഒരു വലിയ ആക്രമണത്തിന് ഇറാൻ കോപ്പുകൂട്ടുന്നു. അത് സിവിലിയൻ മേഖലയിലാണ് എന്നുള്ളതാണ് ശ്രദ്ധാ കേന്ദ്രമാണ്. ഒരു റാസൽ ഖൈമയൊക്കെ ഒരുപക്ഷെ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അടക്കം അനവധി സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം. ഏതായാലും അത്തരത്തിൽ ആ ഒരു റാസൽ ഖൈമ ആ പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ ദ്വീപ് പിടിച്ചെടുക്കാൻ UAE ശ്രമിക്കുന്നു. ഇല്ല, UAE അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇറാൻ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.